Hi guys, this is your cinematic Mallu. So, Little Hearts അഥവാ പിഞ്ച് ഹൃദയങ്ങൾ ഡയറക്റ്റഡ് ബൈ ആൻഡോ ജോസ് പെരേര. അതുകൊണ്ട് തന്നെ അബി ട്രീസ പോൾ. പിന്നെ റൈറ്റിംഗ് ക്രെഡിറ്റ്സ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ഈ ആൻഡോ ജോസ് പെരേരയും അബി ട്രീസ പോളും. അതുകൊണ്ട് തന്നെ രാജേഷ് പിന്നടൻ അവർ മൂന്നുപേരും കൂടിയാണ്. എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടഡ് ഓഫ് എസ് എ ഗ്രേറ്റ് സ്റ്റോറി, ഗ്രേറ്റ് സിനിമ. അതായത് നമ്മുടെ ഈ ഇതിൽ മന്ദാകിനിയിലൊക്കെ കണ്ടോണം ഒരു കാർട്ടൂണിഷ് രീതിയിലൂടെ അങ്ങനെ ക്യാരക്ടേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു തുടക്കത്തിൽ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഷെയ്നികത്തിൻ്റെ ക്യാരക്ടർ ഇതിൽ ബാബുരാജിൻ്റെ ക്യാരക്ടറും രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടറും ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ ഫാമിലി അത്രയും ക്ലോസ് ആണ്. ആ ക്യാരക്ടേഴ്സിനെ ആ ഒരു രണ്ട് ഫാമിലീനെ ഷെയ്നികം ആ ഒരു കാർട്ടൂണിഷ് രീതിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസായി. മന്ദാകിനിയിലൊക്കെ കണ്ടോണം അങ്ങനെ. പിന്നെ അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ്, അപ്പം ക്യാരക്ടർ കെമിസ്ട്രി ആണെങ്കിലും ബാബുരാജിൻ്റെയും ഷെയ്നികത്തിൻ്റെയും അപ്പൻ മോനെയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ആയാലും നല്ലോണം എനിക്ക് വർക്കൗട്ടായി. അത് എനിക്ക് ആസ് എ പ്രേക്ഷകൻ എനിക്ക് വർക്കൗട്ടായി. പിന്നെ രഞ്ജി പണിക്കർ പറഞ്ഞല്ലോ, ബാബുരാജ്, ഷെയ്നികം, മാല പാർവതി, മഹിമ നമ്പ്യാർ, ഷൈൻ ടോൺ ചാക്കോ ഒക്കെയാണ് ലീഡ് റോൾസ് പ്ലേ ചെയ്തേക്കണേ. ജാഫർ ഇടുക്കി ഓക്കെ. അങ്ങനെ അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആരും അങ്ങനെ മോശമാക്കി എന്ന് പറയാനില്ല. അത് ഒരു പോയിന്റ് വരെ നമ്മൾ പറയും. അപ്പോൾ നൈസായിട്ട് പോയി. പിന്നെ ഒരു ലവ് ട്രാക്കാണ്, അതായത് ഷെയ്നികത്തിൻ്റെ ഒരു ലവ് ട്രാക്കും അതുകൊണ്ട് തന്നെ വേറൊരു ലവ് ട്രാക്കും, ലൈക്ക് രണ്ടും ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് പോവാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഷെയ്നികത്തിൻ്റെ ലവ് ട്രാക്ക് അതെനിക്ക് പെട്ടെന്ന് അങ്ങ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു പോകണം. നമുക്ക് ഒരു സിനിമയിൽ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലൊരു ലവ് എന്ന് പറയുന്ന, ലൈക്ക് പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നാച്ചുറലായിട്ട് ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടേ. ആസ് എ പ്രേക്ഷകൻ നമുക്ക് തോന്നുന്നുണ്ടേ അത് നാച്ചുറലായിട്ട് ഉണ്ടായ പോകണം. അത് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നാച്ചുറൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഷെയ്നികത്തിൻ്റെയും മഹിമ നമ്പ്യാറിൻ്റെ ഒരു ലവ് ട്രാക്കിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് നൈസായിരുന്നു. അത് എന്താ പറയുക, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആസ് എ പ്രേക്ഷകൻ എനിക്കത് ലൈക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൻ്റെ നാച്ചുറൽ ഫോർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് അതിൽ ഫീൽ ചെയ്തില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് നൈസായിട്ട് പോയി. അങ്ങനെ ആയാലും പിന്നെ പാട്ടുകളായാലും നന്നായിട്ടുണ്ട്. കൈലാഷ് മേനോൻ പുള്ളിക്കാരനാണ് പാട്ടുകൾ ഹാൻഡിൽ ചെയ്തേക്കണേ. നന്നായിട്ടുണ്ട്. അങ്ങനെ ദി ബെസ്റ്റ് എന്നൊന്നും പറയാനില്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ആൾക്ക് പറ്റണമെന്ന് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഷൈൻ ടോൺ ചാക്കോ ആയാലും സാധാരണ രീതിയിൽ ഷൈൻ ടോൺ ചാക്കോ എന്ന് പറയുമ്പം നമ്മൾ ഈ ലാലിൻ്റെ പറയണോണാണ്, അതൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ടൈപ്പ് ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിരിക്കും ഷൈൻ ടോൺ ചാക്കോൻ്റെ. ഇതിൽ എന്തോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു മനസ്സിലാവണ ഒരു കൺട്രോൾഡ് ആക്ടിങ് ആണ് ഷൈൻ ടോൺ ചാക്കോൻ്റെ. കൂടുതലും ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഷൈൻ ടോൺ ചാക്കോൻ്റെ ആക്ടിങ്ങിൽ ഇതിലുള്ളത് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഷൈൻ ടോൺ ചാക്കോൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത്. സൈഡുണ്ട്. പിന്നെ മാല പാർവതി ആയാലും ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ ആയാലും ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രസമായിട്ട് വന്നിട്ടുണ്ട് ആ ക്യാരക്ടറൊക്കെ. ആൻഡ് ഇതൊരു പോയിന്റ് എത്തണ വരെ ഇതൊക്കെ നല്ല രസമായിട്ട് പോയി. ആ പോയിന്റ് എന്ന് പറയുന്നത് ഷമി തിലകൻ്റെ ഒരു ഇൻട്രോ, മീൻസ് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രോ. പിന്നെ അങ്ങോട്ട് അതായത് ആ പോയിന്റ് വരെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത് വളരെ രസമായി പിഞ്ച് ഹൃദയങ്ങൾ അങ്ങ് പോയി. ആ പോയിന്റ് എത്തിയപ്പം പിന്നെ പിഞ്ച് ഹൃദയങ്ങളിൽ ലൈക്ക് ലിറ്റിൽ ഹാർട്സിൽ പിന്നെ ഒന്നുമില്ല. അതായത് ഒരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടറിനെ ഫോഴ്സ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തോന്നാണ് എനിക്ക് തോന്നിയത്. ആ ക്യാരക്ടറിനെ പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല ഷമി തിലകൻ്റെ ക്യാരക്ടറിന്. പിന്നെ അങ്ങോട്ട് ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നതില്ല സിനിമയ്ക്ക്, ലൈക്ക് കഥയ്ക്ക്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങല്ല കഥ. പിന്നെ അങ്ങോട്ട് ഇഴച്ചലാണ്, അമ്മാതിരി ഇഴച്ചലാണ്. ഒരു സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് വേണ്ടേ. പിന്നെ ആ ലവ് ട്രാക്കും മര്യാദയ്ക്ക് വരാനില്ല, കാണിക്കാൻ പറ്റണില്ല. അന്ന് ഇതും മര്യാദയ്ക്ക് വരാനില്ല, അതുമില്ല ഇതുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടറായിപ്പോയി ഇതിൽ ഷമി തിലകൻ്റെ ക്യാരക്ടർ. പിന്നീട് അങ്ങോട്ടായാലും രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടറായാലും ആവശ്യമില്ലാത്ത ഇമോഷൻസാണ് പിന്നീട് അങ്ങോട്ട് രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണണേ. ഇട്ട് പലിപ്പിക്കുകയാണ് പിന്നെ അങ്ങോട്ട്. അതായത് ഷൈൻ ടോൺ ചാക്കോൻ്റെ ഒരു ലവ് ട്രാക്ക് ഇതിൽ സൈമിൾട്ടേനിയസ് ആയിട്ടൊരു 2-3 ലവ് ട്രാക്കുകൾ ഇങ്ങനെ പോവാണ്. അതിൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷമി തിലകൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അഴച്ചലാണ്. എന്താ പറയുക, പിന്നെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കഥയ്ക്കില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം ആവശ്യമില്ലാത്ത ഇമോഷണൽ സംഭവങ്ങളും കൂടിയൊക്കെയാണ് രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പിന്നീട് അങ്ങോട്ട് വരണേ. അങ്ങനെ പോയി. എന്താ പറയുക, ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ.
അപ്പോൾ പിന്നെ ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ്. എനിക്കങ്ങനെയാണ് ആസ് എ പ്രേക്ഷകൻ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫീൽ ചെയ്തത്. ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ്, ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അപ്പോൾ ഒരു ക്ലൈമാക്സ് അങ്ങ് തട്ടിക്കൂട്ടി, അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ ഓൾ ഇൻ ഓൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തുടങ്ങി. ആ ഒരു പോയിന്റ്, ഷമി തിലകൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡ്യൂസിങ് പോയിന്റ് വരെ ആ ഒരു ഫ്ലോയിൽ നൈസായിട്ട് നല്ല രസമായിട്ട് സിനിമ അങ്ങ് പോയി. പിന്നീട് അങ്ങോട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ടങ്ങ് ഭയങ്കര അഴച്ചിലാണ് പിന്നീട് അങ്ങോട്ട്. ആൻഡ് ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സും കൊണ്ട് അവസാനിപ്പിച്ചു. ഈ ഒരു ഫീലാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് ലിറ്റിൽ ഹാർട്സ് നൽകിയത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ദിസ് ഈസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.